പറഞ്ഞതുപോലെ സി പോസിറ്റീവ് ന്യൂസിൽ ഇന്ന് വ്യത്യസ്തനായ ഒരു അതിഥിയാണുള്ളത്. ശ്രീദേവി ചേച്ചിയുടെ സ്വന്തം കുട്ടൂസ്. പാട്ടുപാടും, കഥ പറയും, സിനിമാ ഡയലോഗും കാണാപ്പാടമാണ്. ഇനി കുട്ടൂസ് ആരെന്ന് ചോദിച്ചാൽ മക്കാവിനത്തിലെ ഗ്രേ കളർ തത്തയാണ്. തത്ത പറയുന്ന പോലെ മലയാളം പറയും എന്ന ചൊല്ല് അതിവിടെ കറക്റ്റാണ്. UAE-യിലെ താമസക്കാരായ കുട്ടൂസിൻ്റെയും ശ്രീദേവി ചേച്ചിയുടെയും വിശേഷങ്ങളും അറിയാം. ആദ്യം ആ ഒരു ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. എന്റെ പൊന്നു കുളിച്ചോ രാവിലെ? ഓ വെരി ഗുഡ് ബോയ്. കുട്ടുവേ, കുട്ടുമോനെ, ചക്കരേ, ഇങ്ങോട്ട് നോക്കി വന്ന്. പിന്നെ മോനെ ആ പുതിയ സിനിമയിൽ ആവേശത്തിലെ ഡയലോഗ് എന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കിയിട്ട് പറയൂ. കുട്ടുവാവേ, എന്റെ പൊന്നു കുളിച്ചോ? ശ്രീദേവി ചേച്ചിയും കുട്ടൂസുമാണ് ഇന്ന് അതിഥികളായി ചേരുന്നത്. സ്വാഗതം സി പോസിറ്റീവ് ന്യൂസിലേക്ക്. ഈ ഒരു കുട്ടൂസിന് എത്ര നാളായി കൂടെയുണ്ട്? ഒപ്പം തന്നെ ഇതിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട്? അതിൻ്റെ ഒരു വിശേഷങ്ങൾ എങ്ങനെയാണ്? ഇവനെ ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയമെടുത്തു ഞങ്ങളെ. ഇവന് നമ്മള് മേടിച്ചോണ്ട് വരുമ്പം അവന് ഒന്നും സംസാരിക്കൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മള് പതുക്കെ അടുത്ത് കൂടിയിട്ട് അവന് ആദ്യം പേര് പറയാൻ തുടങ്ങി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവന് നമ്മളൊരു പേര് അവന് ഇട്ടു ആദ്യമേ. എന്നിട്ട് അവന്റെ പേര്, മോന്റെ പേര് ഇതാന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോ അവൻ പേര് പറയാൻ തുടങ്ങി. അപ്പൊ അവൻ മനസ്സിലായി ഇവന് ഇനി നമ്മൾ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കുമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞങ്ങൾ തുടക്കം ഇടുന്നത്. ഇവന് ഇത്തരം ഒരു തത്തയെ വാങ്ങാമെന്നുള്ള ഒരു തീരുമാനം അതെങ്ങനെയായിരുന്നു? ഇതെങ്ങനെയാണ് എത്തിപ്പെട്ടത്? അത് തത്ത മേടിക്കാൻ വേണ്ടി പോയതാണ്. ഞങ്ങള് വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി ദുബൈയിലോട്ടൊന്ന് ഇറങ്ങിയതാണ്. അപ്പോ അവിടെ മാർക്കറ്റിൽ ഇവിടെ കുറെ ഇതിനെയൊക്കെ വിൽക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവനെ നോക്കിയപ്പോ ഒരു തത്ത ഇങ്ങനെ ഒരു അറിവ് വയ്ക്കാനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പൊ ഞങ്ങള് വിലയൊക്കെ ചോദിച്ചപ്പോ ഭയങ്കര വില ആദ്യമേ പറഞ്ഞത് 2500 ദിർഹംസ് ആണ് പറഞ്ഞത് ആദ്യമേ. പിന്നെ നമ്മള് പണങ്ങി ഒരു 1800 രൂപയ്ക്ക് അതിനെ മേടിച്ചതാണ്. അന്ന് ചെറിയ കുഞ്ഞായിരുന്നു. ഓക്കെ, ഇത് വിൽക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു ഇത് സംസാരിക്കുന്ന തത്തയാണ് എന്നുള്ള കാര്യം? ഇതിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ടായിരുന്നു അപ്പോൾ? അല്ല, അവര് പറഞ്ഞു ഇത് പിന്നെ കുറെ നാള് നിങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇവൻ നിങ്ങൾ പറയുന്നതെല്ലാം സംസാരിച്ച് തുടങ്ങുന്ന ആള് എന്റെ അടുത്ത് അന്ന് പറഞ്ഞിട്ടുണ്ട് അറബില്. അപ്പൊ ഞാനും വിചാരിച്ചെന്നാ നമുക്ക് ഒരു തത്തയെ മേടിച്ച് വളർത്തി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് മേടിച്ചതാണ്. ഇപ്പോൾ ആള് പുറകിലിരിപ്പുണ്ട്, നമുക്ക് എന്തെങ്കിലും ചോദിച്ചാലോ അവരോട്? അവനടുത്ത് എന്തെങ്കിലും ചോദിച്ചാലും അവൻ പറയും. പക്ഷെ ഇപ്പം അവന്റെ സമയമായിട്ടില്ല. രാവിലെ ആയതുകൊണ്ട് ഇവനിങ്ങനെ അവൻ വിചാരിക്കുന്നത് എന്ത് സംഭവം. അല്ല, എന്നെ പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചാലൊന്നും പറയില്ലായിരിക്കും. നിങ്ങൾ രണ്ടുപേരും ചോദിച്ചോളൂ. അങ്കിള് വിളിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഹലോ കുട്ടൂസ്, ഗുഡ് മോർണിംഗ്. ഹലോ പറഞ്ഞു. ഹലോ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഒരു ഗുഡ് മോർണിംഗ് പറയൂ. ഒരു ഗുഡ് മോർണിംഗ് പറയൂ. ചുമ്മാ അരിയിടാന്നാ പറയുന്നത്. കാര്യം ഉറക്കമണിച്ച് വന്നിരിക്കുക. അതുകൊണ്ട് രാവിലെ തന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചു എന്നാണ് പറയുന്നത് അല്ലേ? അതെ, അവന്റെ സമയമായിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യത അത് എത്രത്തോളമാണ്? ഇത്രയും വലിയൊരു സ്വീകാര്യത പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇത് ഈ വീഡിയോ ഫേസ്ബുക്കിലൊക്കെ ഇടുമ്പോൾ? നമ്മളൊരു തമാശക്കായിട്ട് തുടങ്ങിയതാണ്, മീൻസ് ഒരു റീൽസ് ഇട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ശരിക്കും ഒരുപാട് ആൾക്കാരിലേക്ക് റീച്ച് ആവുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നമുക്ക് പ്രൈവറ്റ് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം ഇഷ്ടപ്പെടുന്നു കണ്ട് വീണ്ടും നമ്മൾ പുതിയ റീൽസ് ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു ഇത്ര വരെ എത്തി നിൽക്കുന്നു. 1 മില്യൺ കഴിഞ്ഞു പോയി. പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടല്ലേ? അപ്പോൾ ഇത് സമാനമായി ഈ ഇനത്തിലുള്ള തത്തയെ വളർത്തുന്ന മറ്റു ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? അവരും ഇങ്ങനെയൊക്കെ വീഡിയോസ് ഒക്കെ പങ്കുവയ്ക്കാറുണ്ടോ? എങ്ങനെയാണത്? ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇവൻ പറയുന്ന അത്ര നല്ല സ്ഫുടതയായിട്ട് സംസാരിക്കുന്നത് ഞാനും കേട്ടിട്ടില്ല. അതെ, ഞാനും ആ വീഡിയോസ് കണ്ടപ്പോൾ അത് തന്നെയാണ്. മുമ്പും സമാനമായിട്ടുള്ളത് വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും കൃത്യമായിട്ട് സ്ഫുടതയോടെ പറയുന്നത് ആദ്യമായിട്ട് തന്നെയാണ് കേൾക്കുന്നത്. നല്ലൊരു ഇന്ററാക്ഷൻ ആണ്. നമ്മൾ ചോദിക്കുന്നതിനുള്ള മറുപടി തന്നെ അയാൾ പറയും. അതെ.
ഇപ്പോൾ ഈ സംസാരിച്ച് സാധാരണ ഈ തുടങ്ങുന്ന പാരറ്റ് കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? അതിന്റെ സമ്മാനമായിട്ട് തന്നെയാണല്ലേ അവർ സംസാരിക്കുന്നത്? അതെ അതെ, അതുപോലെ തന്നെ സാധാരണ ഈ ഇനം പാരറ്റ്സ് അവര് കൂടുതൽ സമയം വെറുതെ ഇരുന്നിട്ട് അവര് തനിയെ തന്നെ സംസാരിക്കുവാണ്. അതെ. നമ്മൾ ചോദിക്കുന്നതിനുള്ള മറുപടിയായിട്ട് അവര് അധികം അങ്ങനെ റെസ്പോൺസ് ഇല്ല അവർക്ക്. ഇത് നേരെ മറിച്ചാണിത്. ഇത് ഇപ്പോ നമ്മൾ ചോദിക്കുന്നതിന് മറുപടി പറയുന്നത് പോലെ തന്നെ തർക്കുത്തരവും പറയാറുണ്ടോ? തർക്കുത്തരം പറയാറുണ്ട്. അവര് ഇഷ്ടപ്പെടാത്തതാണെങ്കിലും മാറി നില്ലട എന്നൊക്കെ പറയും. അപ്പൊ പോ. കുറച്ച് വീഡിയോസിൽ അതും അത്തരം ഭാഗങ്ങളും കണ്ടിരുന്നു, അതാണ് ചോദിച്ചത്. അതെ. ഫേസ്ബുക്കിലുണ്ട്. ഇനി നമ്മളൊരു യൂട്യൂബ് ചാനലും കൂടെ തുടങ്ങാന്ന് വിചാരിക്കേ. ഓക്കെ. വളരെ നല്ല കാര്യമാണ്. അപ്പം ഇതിന്റെ ഭക്ഷണക്രമവും അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അവിടുത്തെ കാലാവസ്ഥയായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ടോ? കാലാവസ്ഥ ഇവിടെ ഇപ്പൊ നല്ല ചൂടാണ് ഇവിടെ ഞങ്ങളെ ദുബൈയില്. ഇവന് എല്ലാ ഭക്ഷണങ്ങളും ഇവൻ കഴിക്കും. ഞാൻ കഴിക്കുന്നതൊക്കെ ഇവന് വന്ന് എന്റെ കൂടെ ഇരുന്നൊക്കെ കഴിക്കാറുണ്ട്. അവന് ഇപ്പോൾ ചേർന്ന ആഹാരങ്ങളൊന്നും കൊടുക്കാറില്ല. പിന്നെ മെയിൻ ആയിട്ട് പിസ്ത, പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും, വെജിറ്റബിൾസ്, ക്യാരറ്റ്, ലോങ് ബീൻസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിക്കും. പിന്നെ സ്പ്രൗട്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. ഇപ്പോ നമ്മൾ തിന്നുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ അതിന് ആവശ്യപ്പെട്ട് ചോദിച്ചു വരാറുണ്ട്. ഇപ്പോ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അത് വേണം ഇത് വേണം എന്ന് ആവശ്യപ്പെടാറുണ്ടോ? അവന് പഴം വേണമെന്ന് പറയും. അവൻ ബനാന വേണമെന്നൊക്കെ പറയാറുണ്ട്. ചോറ് കഴിക്കാൻ പാത്രം എടുക്കുമ്പോ തന്നെ അവന്റെ മനസ്സിലാവും ചോറ് കഴിക്കാനാവും. പാത്രം എടുത്ത ഉടനെ പറയുന്ന ചോറ് കഴിക്കാം, ഇനി ചോറ് കഴിക്കാന്നാ പറയും. നമുക്ക് ചോറ് കഴിക്കാന്ന് തന്നെയാ പറയുന്നത്. അത് നമ്മളെല്ലാം ആൾക്കാർ പറയുന്ന കണക്ക് തന്നെയാണ് സംസാരിക്കുന്നത്. ചോറ് കഴിക്കാം, നമുക്ക് ഇനി ചോറ് കഴിക്കാം എന്നാണ് പറയുന്നത്. എന്തെങ്കിലും സംസാരിക്കാമോ? മോനെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ അങ്കിളിന്. അങ്കിളിന് ഗുഡ് മോർണിംഗ് പറയാം. ഗുഡ് മോർണിംഗ് പറയാൻ അങ്കിളിന് ഗുഡ് മോർണിംഗ് പറയാം. അത്ര എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് തോന്നുന്നത്. സമയം ആവുമ്പോ അവൻ അവിടെ നിന്ന് വിളിക്കുക ചെയ്യാം. നമ്മള് ഇപ്പം അത് വിളിച്ചുണർത്തിയതാണ്. അവര് പ്രത്യേകിച്ച് ഒരു റൂമിലാണ് ഉറങ്ങുന്നത്. ആള് വെട്ടം പാടില്ല അന്നേരം ഉറങ്ങുന്ന സമയത്ത്. നമ്മൾ അങ്ങനെ കൂട്ടിലായിട്ട് അടയ്ക്കാറില്ല, ഓപ്പൺ കേജ് ആണ് ആളിന്. അതെ അടച്ചിടാറില്ല. ഇതാണ് അവന്റെ കൂട്. ഇവിടെ തന്നെ. അപ്പം ഉറങ്ങുന്ന സമയത്ത് അകത്തേക്ക് കൊണ്ടുപോകും? എങ്ങനെയാണ് അവിടെ സജ്ജീകരണം പ്രത്യേകം? വേറൊരു റൂമുണ്ട്, അതിന്റെ അകത്ത് ഇവനെ വെച്ചിട്ട് ലൈറ്റ് തന്നെ അടയ്ക്കണം. ആ കേജിൽ തനിയെ കയറിക്കോളും. അപ്പോഴും കേജ് എടുത്ത് ആ റൂമിലോട്ട് വെച്ചിട്ട് ലൈറ്റ് ഓഫ് ആക്കണം. ഇരുട്ടാണ് വേണ്ടുന്നത് രാത്രി ഉറങ്ങുമ്പോഴും. എന്നിട്ട് രാവിലെ സ്വയം എണീറ്റ് വരാറുണ്ടല്ലേ? രാവിലെ നമുക്ക് എന്തായാലും എന്നോടൊന്നും മിണ്ടുന്നില്ല. ഇതിപ്പോ ഇതെല്ലാം ഈ കേട്ടതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഓഫ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം പറയാൻ തുടങ്ങും. ഇതെല്ലാം ഓരോന്നായിട്ട് പറയാൻ തുടങ്ങും. ഇത് ചില കുട്ടികളെ പോലെ തന്നെയാണ്. അവരുടെ ആക്ടിവിറ്റീസും പറച്ചിലും ഒക്കെ നമ്മൾ വീഡിയോയിൽ പകർത്താൻ ശ്രമിക്കുന്ന സമയത്ത് അവർ മിണ്ടാതിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ തത്തയുടെ കാര്യം എന്ന് തോന്നുന്നു. സത്യം മൊബൈൽ കാണുമ്പോഴത്തേക്ക് നമ്മളത് ഓണാക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് തന്നെ ആളൊന്ന് സൈലന്റ് ആവും. അതെ ഇഷ്ടമല്ല, മൊബൈൽ കാണുന്നത് ഇഷ്ടമല്ല, എടുക്കുന്നത്. ഈ തത്തയുടെ വീഡിയോസ് അത് തന്നെ കാണാറുണ്ടോ? കുട്ടൂസ് സ്വയം വീഡിയോ കാണാറുണ്ടോ? അത് കാണാറുണ്ട്. അത് കാണുമ്പോഴത്തേക്ക് പിന്നെ എന്താണ് പാട്ട് പാടുന്നതൊക്കെ ആണെങ്കിൽ അവൻ തനിയെ തന്നെ ഡാൻസ് ചെയ്യും, നോക്കിയിരുന്ന് സന്തോഷിക്കും. അത് ഭയങ്കര ഇഷ്ടമാണ് മൊബൈൽ കാണാന്. അവന്റെ വീഡിയോസ് എടുക്കുന്ന ഇഷ്ടമല്ല, ആ സൗണ്ട് കേൾക്കുമ്പോ അറിയാലോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ആ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ആള് സൈലന്റ് ആവും. പക്ഷെ അവന് വാച്ച് ചെയ്യാൻ ഇഷ്ടമാണ്. മൊബൈല് TV ഒക്കെ കാണാനും ഇഷ്ടമാണ് അവന്. ഏതായാലും കുടുംബത്തെ ഒരു അംഗത്തെ പോലെ തന്നെയാണ്. ഈ ദുബായിൽ ആകുമ്പോൾ ഒരുപാട് സംഘടനകളും മലയാളി അസോസിയേഷൻ ഒക്കെ ഉണ്ടല്ലോ. അതിന്റെ ഇടയിലൊക്കെ കുട്ടൂസ് ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ടോ? ഉണ്ട്. ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ട് ഇവിടെ. നാട്ടിൽ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഒരുപാട് ആൾക്കാർ, ഈ പാരറ്റ് ഉള്ളവരും അല്ലാത്തുള്ള ആൾക്കാരും ഇതിനെ കൂടുതൽ വളർത്താനായിട്ട് താല്പര്യപ്പെട്ടൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്, ഏത് രീതിയിലാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. ഇനിയിപ്പോ പരിപാടികളിലൊക്കെ ഉദ്ഘാടനത്തിനും സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടൊക്കെ കുട്ടൂസിന് പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്.
അതെ അതെ. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതെ, ഒരു ഇന്നലെ സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞു. മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ അവര് അന്നേരം ആദ്യം ചോദിച്ചത് നമ്മളെ കുട്ടു തത്ത എന്താ പറയുന്നത്, അവിടെ അവനെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരുമോ എന്നൊക്കെയാ ചോദിച്ചത്. ഞാൻ ഇന്നലെ ഒരു മീറ്റിങ്ങിന് പോയപ്പോഴേ. ഓ തീർച്ചയായും. ഒരു സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞു. അതെ അതെ അതെ. അതേപോലെ ഇവിടെ നമ്മളെ പിന്നെ ഇവിടെ നമ്മളെ റേഡിയോ ഉണ്ട് 90 ഗോൾഡ് FM. ഗോൾഡ് FM. ഓക്കെ. ആ ഗോൾഡ് FM ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ ചെയ്തിട്ട് പോയിട്ടുണ്ട് അവര്. അവര് ഇവിടെ വന്നിട്ട് എല്ലാം പറഞ്ഞ് സംസാരിക്കും. അന്നേരം ഒത്തിരി കാര്യമൊക്കെ പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. എനിക്കൊന്ന് ഈ രാവിലത്തെ സമയമായതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് തോന്നുന്നു. അതെ അതെ അതെ. രാവിലത്തെ അങ്കിളിന് ഒരു അങ്കിളിന് ഒരു മോർണിംഗ് പറഞ്ഞു. ഒരു മോർണിംഗ്. ഹലോ കുട്ടൂസ്, ഗുഡ് മോർണിംഗ്. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു. പറയൂ. ഹലോ കുട്ടൂസ്, ഗുഡ് മോർണിംഗ്. ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞു. രാവിലെ കുളിക്കാറായോ? കുളിക്കാനുള്ള സമയമായോ കുട്ടൂസ്? കുളിക്കാൻ പോകുന്നതാ. കുളിച്ചോന്ന് പറ. കുട്ടൂസ് കുളിച്ചോ? 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 കുഞ്ഞു കുളിച്ചോ? കുഞ്ഞു കുളിച്ചോ? കുളിച്ചോടാ. ചുമ്മാ തന്നെ മാത്രമേ ഉള്ളൂ. അവന്റെ സമയമാവാത്തത് കൊണ്ട് അവന് ചുമ്മാ എണീടാന്ന് പറയുന്നത്. അല്ല, തിരിച്ചു ചോദിക്കാ, നീ കുളിച്ചോടാന്ന് ചോദിക്കാണ്. നമ്മളടുത്ത് ചോദിക്കും. ഞാൻ ഓഫീസിൽ രാവിലെ എണീച്ചോടനെ അവൻ ചോദിക്കുന്നത് ഓഫീസിൽ പോണ്ടേ, കുളിക്കണ്ടേ, ഓഫീസിൽ പോയോ, ഫുഡ് കഴിച്ചോ എന്നൊക്കെ അവൻ ചോദിക്കുന്നത്. ഞാൻ പോകുന്നത് വരെ ബഹളാ അവിടെ. അവൻ കുഞ്ഞിന്റെ പേരെന്ന് പറഞ്ഞു കൊടുത്തേ. അവന്റെ പേര് പറഞ്ഞോളൂ. പേരെന്ന് പറഞ്ഞു. കുഞ്ഞിന്റെ പേരെന്താ ഒന്ന് പറഞ്ഞേ. ഒന്ന് പറ. പേരെന്ന് പറയും. മോന്റെ പേരെന്ന് പറഞ്ഞു കൊടുത്തേ. ഒന്ന് പറയേ. പറഞ്ഞോടാ മോനെ. വലിയ ഗമയിലിരിക്കുവാണ്. വലിയ ഗമയിലിരിക്കുകയാണ്. അത് മനസ്സിലായി. ഞാൻ ഇത്തിരി സെലിബ്രിറ്റി ആണ്, അപ്പൊ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഏതായാലും വ്യത്യസ്തമായ ഒരു കാര്യം തന്നെയാണ്. ഇതിനെ വളർത്തിക്കൊണ്ട് പോവുക, ഇതിന്റെ വീഡിയോസ് ഒക്കെ ഇനി തുടർന്നും അപ്ലോഡ് ചെയ്യുക. അത് എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു കാഴ്ച തന്നെയാണ്. കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് എന്താണ് അവർ പറയുന്നത്? ഇതിന്റെ കാഴ്ചക്കാർ, സ്ഥിരമായിട്ടുള്ള കാഴ്ചക്കാരൊക്കെ ഉണ്ടല്ലോ. ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് പേര്, കുട്ടികള് 2 വയസ്സ് വരെയുള്ള കുട്ടികൾ വരെ കുട്ടുവിന്റെ ഫാൻസ് ആണ് ഇപ്പൊ. അതുപോലെ തന്നെ കുറെ അധികം ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. സെലിബ്രിറ്റീസ് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വലിയ വലിയ ആൾക്കാരാണ് ഇവന്റെ ഫാൻസ് ഒക്കെ. ഫാൻസ് ഡേ ബൈ ഡേ കൂടി വരുവാണ്. അതിന്റെ ഒരു താരജാടയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുട്ടൂസ്, ഒരു ഗുഡ് മോർണിംഗ് പറയില്ല അങ്കിളിന്. അങ്കിളിന്റെ അടുത്ത് ഗുഡ് മോർണിംഗ് പറയും. ഒരു ഉമ്മ കൊടുത്ത അങ്കിളിന് ഒരു ഉമ്മ കൊടുത്ത. ഒരു ഉമ്മ കൊടുത്ത. അങ്കിളിന് ഒരു ഉമ്മ കൊടുത്ത. കൊടുത്തോ ഒരു ഉമ്മ കൊടുത്ത. കുട്ടൂസ് ഒരു ഉമ്മ തരുമോ? കൊടു ഒരു ഉമ്മ കൊടുത്ത. എനിക്ക് ശരി, ഏതായാലും അതിന് തയ്യാറെടുക്കുന്നില്ല. വലിയ ജാടയിലാണ് പക്ഷെ രാവിലെ എണീറ്റതിന്റെ ഒരു പ്രശ്നമൊക്കെ, കലിപ്പൊക്കെ കാണിക്കുന്നുണ്ട്. ശരി, ഏതായാലും വളരെയധികം നന്ദി ഇത്രയും നേരം നമ്മളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തതിന്, വിശേഷങ്ങൾ പങ്കുവച്ചതിന്. താങ്ക് യു വെരി മച്ച്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.